ഇനിയുള്ള എക്സാം എങ്ങനെയായിരിക്കും? മാത്സ് എക്സാം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? പക്ഷേ പേടിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിന്റെ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താ പറഞ്ഞേ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് എത്രേ ഉള്ളൂ, ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഹായ് മക്കളെ, എല്ലാവർക്കും ഏകണിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ മാത്സ് എക്സാമുകളൊക്കെ കഴിഞ്ഞു. ചില ആളുകൾക്ക് എളുപ്പമുണ്ട്, ചില ആളുകൾക്ക് കുറച്ച് പ്രശ്നമായിരുന്നു, ചിലർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ആദ്യമേ മക്കളോട് പറയാനുള്ളത് പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല, പക്ഷേ പേടിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിന്റെ അകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താ സാറേ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് എത്രേ ഉള്ളൂ, ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് അത് തന്നെയാണ്. മാത്സ് പരീക്ഷയുടെ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ കണ്ടപ്പോൾ ഒന്നാകെ അപ്സെറ്റ് ആയി പോയി, എല്ലാം കൂടെ പേടിച്ചു പോയി. പല ആളുകൾക്കും ഒരു നമ്മൾ പറയില്ലേ, ഇനി എല്ലാ ക്വസ്റ്റ്യൻസും അതേപോലെ ടഫാണ്, ഒരു മുൻവിധിയോട് കൂടി കണ്ടു. അതോടുകൂടെ നിങ്ങൾക്ക് വിചാരിച്ച പോലെ എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യം ചോദിച്ച കുറച്ച് കുട്ടികളോട് പറഞ്ഞു, സാർ 79 മാർക്കുണ്ട്, 88 മാർക്കുണ്ട്, 88 80 ഓപ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയ മക്കളും ഉണ്ട്. അപ്പം ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ച എല്ലാ മക്കൾക്കും മാത്സ് എളുപ്പമായിരുന്നു പറയാനുള്ളത്. പക്ഷേ മാത്സ് കഴിഞ്ഞു, മാത്സ് ഈസ് ഓവർ. പാസ്സാവാനുള്ള മാർക്ക് അതിൽ എന്തായാലും ഉണ്ട്. B+ വരെ എന്തായാലും എത്തും. A+ കിട്ടണമെങ്കിൽ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കണം. ആ ഒരു കോൺഫിഡന്റിലാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് കാര്യം മറന്നു പോകരുത്. അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയുള്ള എക്സാം എങ്ങനെയായിരിക്കും? മാത്സ് എക്സാം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? അതാണ് നമ്മൾ തമ്മിൽ കൊടുത്തിരിക്കുന്നത്. അത് പ്രതീക്ഷിച്ചാൽ നിങ്ങൾ വന്നെന്നറിയാം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിജു സാറും വന്നത്. പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റും സോഷ്യൽ സയൻസുമാണ് നമുക്ക് ഇനി ബാക്കിയുള്ളത്. മലയാളം സെക്കൻഡും ഉണ്ട്, ഹിന്ദി. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താന്ന് വെച്ചാൽ ഈ 3 സയൻസ് സബ്ജക്റ്റുകളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അവയല്ലേ മോഡലും പണിയെടുത്ത്? തീർച്ചയായും. അപ്പൊ ഇനി നമ്മൾ മുന്നോട്ടുള്ളത് വളരെ കരുതി വേണം നമ്മൾ മുന്നോട്ടുള്ള സ്റ്റെപ്പ് വെക്കാൻ. ആ ഒരു കരുതലാണ് ഫസൽദാർ നിങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പൊ ഇവർക്ക് മോഡൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയ സാറേ ബയോളജിയാണ്. ബയോളജി അവർക്ക് ട്വിസ്റ്റഡ് ആയിട്ട് ചോദ്യങ്ങളൊക്കെ വന്ന് മൊത്തമായിട്ട് കുട്ടികൾ ബേജാറാക്കിയ ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ അത് എളുപ്പമായിരുന്നു. ഞാൻ കാര്യം ഇവിടെ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ഒരു വർഷം വന്ന ക്വസ്റ്റ്യൻസുകൾ എന്താണ് അതിലൊരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? മാറ്റം ഫീൽ ചെയ്തെന്ന് വെച്ചാൽ നമ്മളൊരു 5 കൊല്ലം പിറകോട്ട് പോകണം. ഇവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ എപ്പോഴും നമ്മുടെ ഇന്ററാക്റ്റീവ് വീഡിയോസിൽ പറഞ്ഞ കാര്യമാണ്, 2018, 19, 20 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അവരുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത്. അതേ മോഡൽ ചോദ്യങ്ങളായിരിക്കും വരിക എന്ന് പറഞ്ഞിരുന്നു. അത് വിലക്കെടുത്ത് ഞങ്ങളുടെ വാക്ക് കേട്ട എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നു. അതിലൊരു മാറ്റവും ഇല്ല. വീണ്ടും ഞങ്ങൾ ഉറപ്പിച്ച് പറയാണ്, ഈ കൊറോണ സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എളുപ്പമാക്കാൻ ഒരുവിധം എല്ലാ ഡയറക്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഡയറക്റ്റ് അല്ല എന്നുള്ള കാര്യം, ഒരു കൺസെപ്ഷ്യലൈസ്, ഒരു എന്താണ് കുറച്ചുകൂടിയും ഉള്ള ചിന്തിച്ചിട്ട് ഉത്തരം പറയേണ്ട ഒരു രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ്. അത് നമ്മൾ പറഞ്ഞ കുറച്ച് സ്റ്റാൻഡേർഡ് ആയി എന്ന് പറയും. അത് അത്യാവശ്യം അറിയുന്ന കുട്ടികൾക്ക് A+ മതി എന്നുള്ള ഗവൺമെന്റിന്റെ ചിന്താഗതി തന്നെയാണ്, നല്ലതാണ്. പക്ഷെ അത് നമ്മൾ മറികടക്കണം. തീർച്ചയായും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇനി പറയാൻ പോകുന്നത്. അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ. അപ്പം മാഷേ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റിയ കാര്യം എന്താ വെച്ചാൽ ആദ്യത്തെ 1, 2, 3 ഒരു 3 ചോദ്യം ടഫ് ആകുമ്പോ അവരെന്ത് ചെയ്യുന്നു? എല്ലാം ടഫ്. അപ്പൊ അതിനെന്താ ഒരു സൊല്യൂഷൻ ആയിട്ടുള്ളത്? അതിന് എളുപ്പമുള്ള ഓർഡർ വേണോ? ഒരിക്കലും ആവശ്യമില്ല. നമ്മൾ ഓർഡർ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്പർ ഇട്ടാൽ മതി. നമ്പർ കൃത്യമായിട്ട്. പല ആൾക്കാർ ധാരണ തരാം, പക്ഷേ ഈ ഓർഡർ എഴുതിയില്ലെങ്കിൽ മാർക്ക് പോകുന്ന ഒരിക്കലുമില്ല. നിങ്ങൾ നമ്പർ ഇടണം, പക്ഷെ അത് ഓർഡർ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നുണ്ടല്ലോ, ഒരു ചോദ്യം നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ അത് അവർക്ക് ഒഴിവാക്കിക്കൂടെ? തീർച്ചയായും. ഓപ്ഷൻസ് ഉള്ളല്ലേ? 6 എണ്ണം തന്നിട്ട് ചിലപ്പോൾ 5 എണ്ണം എഴുതാൻ പറയും, ചിലപ്പോൾ 5 എണ്ണം തന്ന് 3 എണ്ണം എഴുതാൻ പറയും. അങ്ങനെയല്ല ഉണ്ടാവും. essay ചോദ്യങ്ങൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇവർക്ക് വേറൊരു പേടിയുണ്ട് എക്സാം ഹാളിലുള്ള. അപ്പം ഞാനും പരീക്ഷ എഴുതാണ്. ഓക്കെ, റിജു സാറ് 5 അഡീഷണൽ ഷീറ്റ് മേടിച്ചു. അപ്പൊ ഞാൻ ഇവിടെ കിടന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വിറയ്ക്കും. മക്കളെ, നിങ്ങളെ ഓർമ്മിപ്പിക്കാനല്ല ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്. നമ്മളിപ്പോ പരീക്ഷ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. പരീക്ഷ അപ്പുറത്തുണ്ടാ സാർ പേപ്പർ എന്ന് പറഞ്ഞാൽ കൈ ഒന്നിക്കും. ഇവനോ ഒരു നോട്ടാണ്, അത് വേണ്ട. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേപ്പറിന്റെ കനം നോക്കിയിട്ടല്ല മാർക്ക് ഇടുന്നത്. 1 കിലോക്ക് ഇത്ര മാർക്ക്, 2 കിലോക്ക് ഇത്ര മാർക്ക് എന്നുള്ള കണക്കല്ല നമ്മളിവിടെ സത്യം. അതിനകത്ത് എന്ത് എഴുതി എന്നുള്ളതിന്റെ കാര്യത്തിലാണ്. അതിനിപ്പോ ഒരാള് ഒരു പേപ്പറിൽ ചിലപ്പോൾ മൊത്തം വെട്ടിയിട്ടുണ്ടാവും, അതിന്റെ അടി 2 വരി എഴുതിയിട്ട് സാർ നെക്സ്റ്റ് പേപ്പർ. അത് കണ്ട നിങ്ങൾ ബേജാറാവുന്നത്. പിന്നെ ചില ആൾക്കാർ നേരത്തെ പരീക്ഷ എഴുതും. കഴിഞ്ഞു ഇവനൊക്കെ നല്ല പഠിച്ചു എന്നാണോ? നമുക്ക് പിന്നെ അതാ ടെൻഷൻ. ഒരു സ്വന്തം കാര്യം നോക്കിയാൽ പോരെ. നിങ്ങൾ എക്സാം ഹാളിൽ എന്ത് നടക്കുന്നത് അതൊന്നും നിങ്ങളെ ബോധനേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നല്ല പോലെ വെടിപ്പായിട്ട് എഴുതി വെക്കാം. വ്യക്തമായിട്ട് അറിയാവുന്ന ഉത്തരങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ എഴുതി വെക്കാം. അപ്പൊ ഇതാണ് സംഭവം. 1, 2, 3, 4 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 4 ആദ്യം എഴുതിക്കൊള്ളി. ഓർഡറിന് വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ചില ആൾക്കാരുണ്ട് ഒന്നാമത്തേന് സ്പേസ് ഇടുന്ന പരിപാടി, 4 എഴുതാനൊരു മടിയാ. അപ്പൊ 1 ഇട്ട് ഗ്യാപ്പ് ഇട്ട് 2 ഇട്ട് 3 ഇട്ട് അപ്പൊ 4
ആദ്യം എഴുതും. ഇത് വേണ്ട. നിങ്ങളോട് വീണ്ടും ഞാൻ പറയാണ് നിങ്ങൾക്ക് എഴുതാൻ തോന്നുന്ന ക്വസ്റ്റ്യൻസിന്റെ നമ്പർ ഇട്ടിട്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് എഴുതി മുന്നോട്ട് പോവുക. 4 എഴുതി ഇതാ റിജു സാർ പുളിയാണ്, കെമിസ്ട്രി സെറ്റ് ആക്കും എന്ന ഉത്തരത്തിലേക്ക് എഴുതിയിട്ട് അതിന് 2 മാർക്ക് ഇവിടെ ഇട്ട് തരും. ഇവിടെ അല്ലെങ്കിൽ അതിന്റെ പുറകിൽ രണ്ടാമത്തെ കോളത്തിലിട്ട് ഇട്ട് തരും. അത് നിങ്ങൾ പേടിക്കുക വേണ്ട. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എക്സാം ആളിൽ കുറച്ചും കൂടെ കണ്ണിങ് ആവാം. പിന്നെ പഠിക്കുന്ന സമയത്ത് വല്ല പ്രഡിക്ഷനും കാത്തിരിക്കാതെ എന്ത് ചെയ്യുക, മര്യാദക്ക് കൺസെപ്ഷ്യൽ ആയിട്ട് പഠിക്കുക. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രഡിക്ഷൻ അല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഫുള്ളായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ടീച്ചേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഒരു പ്രഡിക്ഷനും എന്തല്ല സാധ്യതയില്ല. പറയാൻ പറ്റും ഈ ഏരിയയിൽ ചോദ്യം വരുന്നത്. അതൊരു ടീച്ചർക്ക് മാത്രമല്ല പറയാൻ പറ്റുക, നിങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചർമാർക്കും അത് പറയാൻ പറ്റും. എല്ലാ ടീച്ചർമാരും പുലികളാ എല്ലാരും. ഞങ്ങളെന്നല്ല, എല്ലാവരും പുലികളാ. അപ്പൊ അവർക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഏരിയ. നിങ്ങൾക്കും കണ്ടാൽ മനസ്സിലാവും ഇത് ചോദിക്കാറുണ്ട്, മുൻ വർഷം ചോദിച്ചാണ്. അവിടെ ചോദ്യം വരുമെന്ന് നമുക്ക് ഉറപ്പാ. അപ്പൊ അങ്ങനത്തെ അതിനൊന്നും കാത്തു നിൽക്കാതെ ആ ഒരു ഏരിയ മുഴുവൻ പഠിക്കുമ്പോൾ അതിനെ കൺസെപ്റ്റ് മൊത്തം തറവാക്കി പഠിക്കുക. പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റുകൾ, കാൽക്കുലേഷൻ വരുന്ന സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി. ലോജിക് ഉപയോഗിക്കേണ്ടതുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ മോൾ കൺസെപ്റ്റ് ഒക്കെ നല്ല പോലെ ശ്രദ്ധിക്കണം. അതിനെന്താ നമ്മൾ പറഞ്ഞ പേരെന്താ, നിങ്ങളുടെ കെമിസ്ട്രിയിലെ പേരെന്താ, മോൾ കൺസെപ്റ്റിന്റെ ചാപ്റ്ററിന്റെ പേരെന്താ? മോൾ കൺസെപ്റ്റ്. നമ്മൾ പണ്ടത്തെ ഓർമ്മക്ക് പറഞ്ഞാണ്, ഇപ്പൊ പുതിയ സിലബസ് നമുക്കറിയാലോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ അതുകൊണ്ട് തന്നെ ജോഗ്രഫിയിലും ചില ലോജിക്കുകളും ടെക്നിക്കലും ടൈം കാൽക്കുലേഷന്റെ കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ വരിക നമുക്ക് പറയാൻ പറ്റില്ല. ഫിസിക്സ് ഒരുപാട് പ്രോബ്ലംസ് വരുന്നതാണ്. നിങ്ങൾക്ക് പറയുന്ന കാര്യം പവർ കാൽക്കുലേഷൻ, അതുപോലെ ട്രാൻസ്ഫോമർ ഉണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചാൽ പണി കിട്ടും. അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഏകൺ വരുന്നത്. ഒരു ലൈവ് പോലും മിസ് ചെയ്യരുത്. നമ്മൾ ഇപ്പം തുടങ്ങിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും കുട്ടികൾക്ക് വേണ്ടി 100% ആത്മാർത്ഥത്തോട് പണിയെടുക്കുന്ന ഒരു തീർച്ചയായും നമ്മൾ ഇതുവരെ ഉള്ള എല്ലാ ക്വസ്റ്റ്യനുകളെയും പൊളിച്ചാണ് എക്സാം വന്നതെങ്കിൽ അതേപോലെ തന്നെ അപ്ഡേറ്റ് ആകാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ മാത്സിനെ വേണമെങ്കിൽ ഡിസ്കഷൻ എടുത്ത് നോക്കട്ടെ. അഖിൽ സാർ മന്നമ്മ മിസ്സിന്റെ ചാപ്റ്റർ ഡിസ്കഷൻ നോക്കട്ടെ. അവർ എടുത്ത പോർഷൻസിൽ അതേ മോഡൽ അല്ലെങ്കിലും അതേ കൺസെപ്റ്റ് മീൻസ് അവർ എത്ര കുട്ടികൾ കമന്റ് ചെയ്താൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയെന്ന്. ഈ ഒരുപാട് ചോദ്യങ്ങളുടെ കൺസെപ്റ്റ് ക്ലിയർ ആകത്തുള്ളൂ, വെറൈറ്റി ക്വസ്റ്റ്യൻസ്. അപ്പൊ അവരാണ് എന്നോട് പറഞ്ഞത് സാർ 88 മാർക്കിന് എഴുതി, അവരാണ് എന്നോട് പറഞ്ഞത് സാർ 79 മാർക്ക് എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞത് ഈ കുട്ടികളാണ്. പക്ഷെ ഫുൾ A+ പ്രതീക്ഷിച്ചിരുന്ന കുട്ടികൾ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ മാത്സിന്റെ കാര്യം കയ്യാലപ്പുറത്ത് തേങ്ങയാന്ന്. ആ ഒരു ഗതി കെമിസ്ട്രിക്കും ഫിസിക്സിനും ബയോക്കും ഉണ്ടാവരുത്. ഇനി നമുക്ക് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് കൃത്യമായിട്ട് എങ്ങനെ വരുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാവും. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈകളിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ കിട്ടും, ഡെലിവർ ചെയ്ത് തരും. അതിലൊരു സംശയം വേണ്ട. നോ ഫിയർ. ഒരു ഫിയറിന് ഇവിടെ സ്ഥാനമില്ല. ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞത് കഴിഞ്ഞു അല്ലെ മാഷെ? പാസ് ഈസ് പാസ്റ്റ്. അപ്പൊ ഇനിയുള്ളത് നമുക്ക് വരാൻ പോകുന്ന പരീക്ഷകൾ സെറ്റ് ആക്കണം. കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതിൽ കൃത്യമായിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ പറയും. അതിനുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. അപ്പൊ അത്രേ പറയാനുള്ളൂ. നമുക്ക് നാളെ മലയാളം പരീക്ഷയാണ്, മലയാളം സെക്കൻഡ് എക്സാം ആണ്. അത് കഴിഞ്ഞ് നമുക്ക് ഫിസിക്സ് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസ് ഈ ഓർഡറിലാണ്. ഹിന്ദി വരുന്നുണ്ട്, അതിനിടെ ബയോളജി, പിന്നെ സോഷ്യൽ സയൻസ് ആ ഓർഡറിലാണ് വരുന്നത്. ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, കട്ടൊക്കെ കൂടെ ഉണ്ടാവും, ഒരു പേടിയും വേണ്ട കേട്ടോ. ഓക്കെ, അപ്പം സെറ്റ് മക്കളെ, താങ്ക് യു, ബൈ.